ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖാണോ? അപ്പോൾ അതാ ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, എന്താണ് താത്ത നമ്മളെ വീട് പണിയൊന്നും തീർന്നിട്ടില്ലല്ലോ, എന്താണ് പുതിയ വീട്ടിലേക്ക് കയറി കൂടാത്തത്? ചില ആൾക്കാർ ചോദിക്കും, താത്ത കുടിരിക്കൽ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനെപ്പറ്റി പറയട്ടെ ഞാൻ. അപ്പോൾ ഇന്ന് ചക്കരക്കേങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ. ചക്കരക്കേങ്ങ് പുഴുങ്ങി വെള്ളം ഊറ്റി ഇവിടെ വെച്ചതാണ് കേട്ടോ ഞാൻ. ഇനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം പിന്നെ അടുപ്പത്തേക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആദ്യം ഞാൻ ചായയും ചക്കരക്കേങ്ങ് പുഴുങ്ങിയതും ഉണ്ടാക്കി അങ്കണവാടിക്ക് പോകും വേണം. എന്നാണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ, വീട് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബേഴ്സും പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചേമ്പിൻ്റെ വിത്തും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ. പുളിയൊക്കെ പറന്നുകാണ്ട് ചോറുക്ക് കൂട്ടാൻ. പിന്നെ ഒരു മാങ്ങാ ചമ്മന്തി അരക്കുന്നുണ്ട്. അതിന് മാങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയാണ്. അയിലമീൻ ഉണക്കൽ വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. പിന്നെ ഞാൻ ഇത് പറഞ്ഞു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ വീട് പണിൻ്റെ കാര്യം. പിന്നെ അതാ ഉണക്കൻ്റെ തള ചുട്ട് വെച്ചിക്കണ് മാങ്ങാ ചമ്മന്തിയിൽ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ കാന്താരി മുളക് ഉണ്ടായിനി. അപ്പോൾ ആ കാന്താരിയൊക്കെ ഇട്ടുകാണ്ട് ഉണക്ക തള ചുട്ടതും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി അരക്കായി അരച്ചിട്ട്, കാന്താരി മുളകിൽ കുറച്ച് പഴുത്ത കാന്താരി ഉണ്ട് മൂത്തത്, അത് ഇട്ടുകൊണ്ട് ചമ്മന്തി അരക്കായി അരച്ച് മാങ്ങയൊക്കെ പൂണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിക്കണ്, മീനും ചുട്ട് വെച്ചിക്കണ്. അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കുക, ഉണക്ക പിന്നെ അയില വെള്ളത്തിലിട്ടത് അതും പൊരിക്കുക, ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുക, ചോറ് ഊറ്റണം, അതൊക്കെ വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വീട് പണീനെ പറ്റിയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ആ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴുത്ത കാന്താരി മൂത്തത് ഇവിടെ മാറ്റി വെച്ചിട്ട് അത് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലാണ് അരക്കുന്നത്. മഴ പെയ്യുമ്പോഴേ ഷെഡിൻ്റെ അപ്പുറത്ത് പിന്നെ അമ്മി കൊണ്ടുപോയിട്ടിരിക്കണം. മഴ പെയ്യുമ്പോൾ നമ്മൾ അമ്മി അരച്ചാൽ എങ്ങനെയായാലും നനയും. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ അരക്കാൻ വിചാരിച്ചു. എനിക്ക് ഒരു വിധം കഴിയുമെങ്കിൽ ഞാൻ ചമ്മന്തി അമ്മിമ്മ തന്നെ ഉള്ളൂ അരക്കുക. മിക്സിൻ്റെ ജാറിൽ അരച്ചാൽ എന്തായാലും അതിന് ടേസ്റ്റ് അമ്മിമ്മ അരച്ച ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതാ ഞാൻ ചോറ് ഊറ്റിയാണ്, ചോറ് വെന്തിക്കണ്. ഇനി കറി ഉണ്ടാക്കണം, ഇതുപോലെയുള്ള ചമ്മന്തിയൊക്കെ അരക്കണം. നിങ്ങൾ ഉണക്ക തള ചുട്ടുങ്ങാണ്ട് ഇങ്ങനെ ചമ്മന്തി അരച്ചിക്കണോ, മാങ്ങയിൽ കാന്താരിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞാണിയാക്കാക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാം, കുഞ്ഞാണിയാക്കാക്ക് നല്ല എരിവ് പറ്റിയില്ല. അപ്പോൾ കുഞ്ഞാണിയാക്കാക്ക് ഞാൻ ആ ചമ്മന്തിയിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ, കുറച്ച് ചമ്മന്തി മാറ്റി വെച്ചാൽ അതിൽ കുറച്ച് നാളികേരട്ട് അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ചാർക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ട് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ 2 പുളിയും കള്ളിയും വെള്ളത്തിലിട്ട് കിട്ടും, ലേശം പുളി വരണം. അപ്പോൾ വീട് പണി തീരാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തിനാപ്പോൾ നമ്മളതൊക്കെ പറയാൻ മടിക്കണം. അപ്പോൾ വീട് പണി നമ്മൾ തുടങ്ങി വെച്ചു. ഇപ്പോൾ അടി ഇട്ടിട്ടില്ല, ജനൽപ്പൊളി വെച്ചിട്ടില്ല, ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ അടുക്കളയൊന്നും ഇല്ലല്ലോ അതിന്. അപ്പോൾ അതുകൊണ്ടാണ് വീട് പണി നീങ്ങാത്തത്. ഇപ്പം നമ്മൾ ഷെഡിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയാണ്, വീട് കൂടിയിരുന്നോ, എന്താ ഞങ്ങളോട് പറയാത്തത്? ഇല്ല മക്കളെ, വീട് കൂടിയിരുന്നിട്ടൊന്നുമില്ല. വീട് പണി നമുക്ക് ഇനി ഈ മഴക്കാലം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വീട് പണി തുടങ്ങണം എന്നാണ് കേട്ടോ. പിന്നെ എന്നിട്ട് തുടങ്ങണം, പിന്നെ അടിയിടണം. നമ്മളെ ഈ ഷെഡ് പൊളിച്ചിട്ട് വേണം അടുക്കള ഉണ്ടാക്കാൻ. അപ്പം നമ്മളെ ഈ ഷെഡിൻ്റെ 2 തൂങ്കാലുമേൽ ചതൽ കയറിയിരിക്കണ്. അപ്പോൾ ചതൽ തട്ടി ഈ മഴയും തണുപ്പും ആയതുകൊണ്ടേ ചതൽ തട്ടി കുഴങ്ങുകയാണ്, പിന്നെയും ചതൽ കയറുകയാണ്. അപ്പോൾ അതാ ഞാൻ പിന്നെ ഉണക്കമീനും കാന്താരിയും മാങ്ങയൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചിക്കണം. ഇതിൽ നിന്ന് കുറച്ച് ചമ്മന്തി കോരി വെച്ചങ്ങാണ്ട് ആ കുറച്ച് ചമ്മന്തിക്ക് നാളികേരമിട്ട് കുഞ്ഞാണിയാക്കാക്ക് അരച്ചേക്കും. കുഞ്ഞാണിയാക്കാക്ക് എരിവ് നല്ല ഇഷ്ടമല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് നാളികേരം ആ മിക്സിൻ്റെ ചാറിൽ ലേശം ചമ്മന്തി ഉണ്ടായിക്ക്. ആ കുഞ്ഞാണിയാക്കാക്ക് അത് മതി, അതാണ് കുഞ്ഞാണിയാക്കാക്ക് ഇഷ്ടം. അപ്പോൾ 2 വിധം ചമ്മന്തിയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു സ്വപ്നമാവില്ലേ വീട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഈ വീട് പണി തീരാത്തത് ക്യാഷിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് കയ്യിൽ ഒത്തു വരണം. 1000 2000 10,000 കൊണ്ട് തീരൂലല്ലോ ടൈലിടാനും ഇതിനൊന്നും അല്ലേ, അതിനൊന്നും തീരൂല. അതിന് നല്ല ക്യാഷ് തന്നെ വേണം. അപ്പോൾ ഇത്രയും വീട് ഇങ്ങനെ ആകാൻ തന്നെ നല്ലൊരു സംഖ്യ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കടമുണ്ട്. അപ്പോൾ ആ ഒരു കടം തീർന്നിട്ട് വേണം നമുക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാൻ കേട്ടോ. ചേമ്പും വിത്തും തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, പച്ചമുളകും. എന്നിട്ട് പിന്നെ കുറച്ച് നാളികേരം പറന്നിട്ട് കടുക് കറുത്ത കറിയായല്ലോ. അപ്പോൾ പിന്നെ ഈ കടം തീർന്നിട്ട് വേണം നമുക്ക് പിന്നെ അതിനുള്ള കുറച്ചും കൂടി പണം വായ്പ എടുത്തിട്ട് വീട് പണി തീർക്കാൻ. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കുഞ്ഞുമോൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കുഞ്ഞുമോന് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ അങ്ങനെ ഒരു മണിച്ചേനിൽ പെട്ടുപോയി. കുഞ്ഞുമോന് അങ്ങനെ കുറച്ച് പൈസയൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ അത് വീണ്ടും എടുത്ത് വരുന്നുള്ളൂ മോനും. അപ്പോൾ ഓന് പിന്നെ കടങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വീട്ടിൽ കൊണ്ടിട്ടുണ്ട്. എന്നും ഒരേപോലെ ആവില്ലല്ലോ, ഒക്കെ കഴിഞ്ഞ് പോകും. എല്ലാവർക്കും റാഹത്തായ സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവില്ലേ ഈ സമയവും ഈ ദിവസമൊക്കെ കഴിഞ്ഞ് പോകും. പിന്നെ നമുക്ക് അങ്ങനത്തെ
ടെൻഷനൊന്നും അങ്ങനെ ടെൻഷനായിരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് മാരക രോഗങ്ങൾ അസുഖമായിട്ട് വേദന തിന്ന് കഴിയുന്ന എത്രയോ ആൾക്കാർ ഈ ദുനിയാവിലുണ്ട്. അതൊന്നും ആലോചിച്ചോക്കാണ്. നമുക്ക് പഠിച്ചവന് കുറച്ച് പൈസേൻ്റെ കുറവേ തന്നിട്ടുള്ളൂ, കുറച്ച് സ്വത്ത് കുറവേ തന്നിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു അസുഖമോ കാര്യങ്ങളൊന്നും അള്ളാഹു തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അള്ളാഹിനെ സ്തുതിക്കണം അല്ലേ. അപ്പോൾ ഞാൻ ചോറും ചാറും മീൻ പൊരിച്ചതും ചമ്മന്തിയൊക്കെ ആയി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ കേട്ടോ. അപ്പം നിങ്ങളോട് ചായ കുടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. നമ്മളെ വീട് പണി തീരാൻ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളെല്ലാവരും ഒരു സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു വീട്ടിലിരിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ ആയാലും നമുക്ക് ആ ഒരു ബേജാറ് നമ്മളെ മനസ്സിലുണ്ടാവില്ലേ. വീട് പണി പെട്ടെന്ന് തീർക്കണം, വീട് പെട്ടെന്നാവണം, നല്ലൊരു വീട്ടിൽ വെച്ചിട്ട് നല്ല എന്താ പറയുക, നിങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല വീട് പണിയൊക്കെ തീർന്ന് നല്ല വീടൊക്കെ കാണിച്ചു തരാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അള്ളാഹു സാധിച്ചു തരും എന്നുള്ളൊരു ഇത് ഉണ്ട് എനിക്ക്. അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞാനിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഒരുപാട് ആൾക്കാരെന്നെ കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി. ആ നമ്പർ വിളിച്ചിട്ട് ആ നമ്പർ ഞാൻ കൊടുത്തിരുന്നുണ്ട് നമ്പർ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇടങ്ങേറ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഒരു സ്ഥലം, ഒരു പിടി മണ്ണ് പോലും ഇല്ലാതെ ഒരു കൂര വെക്കാൻ ഓരോരുത്തരെ ഇടങ്ങേറ്. താത്ത അവിടെ അതിലും വില കുറച്ച് സ്ഥലം കിട്ടാനുണ്ടായിരുന്നു. ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ ആ സ്ഥലമൊക്കെ ഒരുവിധമൊക്കെ പറഞ്ഞു വെച്ച് കച്ചവടം തീരാനായിട്ടുണ്ട് കേട്ടോ. സ്ഥലം തീരാനായിട്ടുണ്ട്. എല്ലാവരും വന്ന് എല്ലാവർക്കും ആ സ്ഥലം ഇഷ്ടമായിട്ടുണ്ട്. പരമാവധി വില കുറച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ മുതലാളിയെ കൊടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. അല്ലാത്തതൊക്കെ എല്ലാവരും വാങ്ങി അഡ്വാൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ പടച്ചോന് വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു കൂര ഉണ്ടാവാനും അതിൽ കടന്നുറങ്ങാനും ആ ഒരു വീട്ടിൽ അല്ലേ, അതെല്ലാവർക്കും ഒരു ആഗ്രഹമാവില്ലേ, നമ്മളൊരു സ്വപ്നമാണല്ലേ നമുക്ക് സ്വന്തമായിട്ട് നല്ലൊരു വീട് എന്ന് പറയണില്ലേ. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് അങ്ങനത്തെ വീട് പണി തീരാത്തതിനുള്ള ഒരു ടെൻഷൻ ബേജാറൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങളോട് പറഞ്ഞല്ലോ, നമ്മളിലേറെ താഴെയുള്ള ആൾക്കാരെ, നമ്മളിലേറെ ഒന്നുമില്ലാത്ത ആൾക്കാരെ നോക്കി കഴിയുമ്പോൾ നമുക്കൊക്കെ സ്വർഗ്ഗ ജീവിതമാണ് അല്ലേ. അപ്പോൾ നമുക്കൊക്കെ സ്വർഗ്ഗമാണ്. നമുക്ക് അസുഖമോ കാര്യങ്ങളോ നമുക്ക് പഠിച്ചവനൊന്നും തന്നിട്ടില്ല. അതിന് അള്ളാഹിനെ സ്തുതിക്കണം. അപ്പോൾ എല്ലാവർക്കും പഠിച്ചവന് പെട്ടെന്ന് വീടില്ലാത്തവർക്കൊക്കെ വീടും സ്ഥലമില്ലാത്തവർക്കൊക്കെ സ്ഥലം ഉണ്ടാകാനൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. എല്ലാവരും വിഷമങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചവനെ ഈ ദുനിയാവിൽ ഞാൻ എന്തുമാത്രം ഭാഗ്യം ചെയ്തവളാണ്, എന്തുമാത്രം ഭാഗ്യമുള്ളവളാണ്, ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും. നമ്മളത്രയും ഇല്ലാത്ത ആൾക്കാർ ഓരോ കോണ്ടാക്റ്റ് ഓരോരുത്തർ വിളിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. നമ്മളെടുത്ത് അവർക്ക് കൊടുക്കാനും ഒന്നുമില്ല, പറയാനും ചോദിക്കാനും അവരോട് അതുണ്ടോ എന്ന് പറയാനും അത് തരാം ഇത് തരാമെന്ന് പറയാനും നമ്മളെടുത്ത് ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ അതാ ഞാൻ ചക്കരക്കിഴങ്ങും കൂട്ടി ചായ കുടിക്കുകയാണ്. നല്ല ചൂടുള്ള കട്ടൻ ചായ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ചക്കരക്കിഴങ്ങ് മൂത്തിട്ട് ആരുണ്ട് കേട്ടോ, അത് മാറ്റി വെച്ചതാണ്. നല്ല മധുരമുള്ള മധുരക്കിഴങ്ങ് കേട്ടോ. ഞാൻ ചക്കരക്കിഴങ്ങ് എന്ന് പറയും, ചില ആൾക്കാർ മധുരക്കിഴങ്ങ് എന്ന് പറയും. അപ്പം ഇന്ന് ഈ ചക്കരക്കിഴങ്ങാണ് കേട്ടോ ചായക്ക് കടി അറിയണത്. കുഞ്ഞാണിയാക്ക റബ്ബർ വെട്ടാൻ പോയതാണ്, വന്നിട്ടില്ല. അപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് കുളി കഴിയണീൻ്റെ മുന്നേ ചായ കുടിച്ചു. ഭയങ്കര വിശപ്പ്. ഇന്നലെ ഞാൻ ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു. രാത്രി വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുളി കഴിഞ്ഞിട്ടില്ല. 8 മണി ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഒരു 8:30 കുളിക്കണം പെട്ടെന്ന്. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ദുആ ചെയ്യുമ്പോൾ ആരെ ദുആയാണ് അള്ളാഹു കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല വീടാവട്ടെ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യാണ്. എനിക്കും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് വീട് പണി ഇൻഷാ അല്ലാ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പത്തിന് നമുക്ക് ബഡ്ജറ്റൊക്കെ ഓരോന്ന് കുറച്ച് ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളും കടങ്ങളൊക്കെ ഉണ്ട്, അതും അതിനിടയ്ക്ക് തീർക്കണം. അതിനൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ അള്ളാഹു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.